ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇന്നത്തെ ക്ലാസ് നമുക്കൊരു പരീക്ഷണത്തിലൂടെ തുടങ്ങിയാലോ? തുടങ്ങാം അല്ലേ? പരീക്ഷണം നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ അമ്മമാരൊക്കെ ഇങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയം നല്ലോണം തീ കത്തിച്ചിട്ട് നമ്മൾ ആ ചോറൊക്കെ ഇങ്ങനെ മൂടി വെക്കും. കുറച്ച് കഴിയുമ്പോൾ ആ മൂടി തുറക്കുമ്പോൾ എന്താണ്, ചെറിയ 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 കുമിളകൾ നമുക്ക് അവിടെ കാണാൻ പറ്റൂലേ? എങ്കിൽ നമുക്ക് ആ ഒരു പരീക്ഷണം ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്താലോ? അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? ഒരു പാത്രം വേണം. അതുപോലെ തന്നെ നിറച്ചും വെള്ളം ഉണ്ടാവണം. നിറച്ചും വേണ്ട അല്ലേ, ഒരു അച്ചിരി വെള്ളം മതി. കുറച്ച് വെള്ളമുള്ള ഒരു പാത്രം എടുക്കുക. ആ പാത്രം നമ്മൾ ചൂടാക്കുന്നുണ്ട്. ചൂടായി, അത്യാവശ്യം ചൂടായതിനു ശേഷം നമ്മളൊരു മൂടി വെച്ച് അതിനെ അടയ്ക്കുവാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പം ആ ഒരു മൂടി ഒന്ന് തുറന്നു നോക്കിക്കേ കൂട്ടുകാർ. എന്താ കാണുന്നത്? ചെറിയ 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 കുമിളകൾ ആ ഒരു പാത്രത്തിൻ്റെ അടിവശത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ? എന്നാൽ കുറച്ച് നേരം അത് അങ്ങനെ തന്നെ അങ്ങ് വെച്ചേ. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ആ ഒരു മൂടി ഒന്ന് തുറന്നു നോക്കിക്കേ. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ചെറിയ 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 ബബിൾസ്, ആ ഒരു വെള്ളത്തുള്ളികൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ആ ഒരു വെള്ളത്തുള്ളി ഇപ്പം അവിടെ ഇല്ല. നേരെ മറിച്ച് എന്താണ്, അത് വെള്ളമായിട്ട് ആ പാത്രത്തിൻ്റെ അടിയിലേക്ക് തന്നെ പോയിട്ടുണ്ട് അല്ലേ മക്കളെ? എന്നാൽ നമുക്ക് ഈ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മഴയുണ്ടാവുന്നതെന്ന് പഠിച്ചാലോ? റെഡിയല്ലേ? മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നറിയുന്നതിന് മുമ്പ് അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് സൂര്യനെയും വേണം, അതുപോലെ തന്നെ ജലവും വേണം അല്ലേ? നമ്മുടെ ജലാശയങ്ങളിലും അതുപോലെ തന്നെ സസ്യങ്ങളിലൊക്കെ കാണുന്ന ജലം ചൂടായിട്ട് ആര് കാരണമാണ്? നമ്മുടെ സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായിട്ട് മുകളിലേക്ക് പോകും. കൂട്ടുകാർ ഈ ഒരു ചിത്രീകരണം കാണുന്നില്ലേ? ഇവിടെ എന്താണ്? സൂര്യൻ്റെ ചൂടേറ്റ് നമ്മുടെ ജലാശയങ്ങളിലും അതുപോലെ തന്നെ സസ്യങ്ങളിലും ഒക്കെയുള്ള ജലം എന്തായിട്ട് മാറുന്നുണ്ട്? നീരാവിയായിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കും? അത് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകും. അങ്ങനെ നീരാവിയായി മാറിയിട്ട് പിന്നീട് എന്താണ് അവിടെ മാറ്റം സംഭവിക്കുന്നത്? അത് തണുത്ത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുമായിട്ടൊക്കെ ചേർന്ന് മേഘമായിട്ട് മാറും. അങ്ങനെ മാറിയ മേഘം അവിടെ തന്നെ നിൽക്കുമോ? അല്ല അല്ലേ? കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് മേഘവും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് കുറച്ച് കഴിയുമ്പം എന്ത് സംഭവിക്കും? ആ ഒരു മേഘത്തിൻ്റെ ഉള്ളിലെ ജലകണികകൾ തണുത്ത് വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ കാണുന്ന രീതിയിൽ മഴയായിട്ട് താഴോട്ട് ഭൂമിയിലേക്ക് പെയ്യും. അങ്ങനെയാണ് നമ്മൾ മഴ കാണുന്നത്. ഇവിടെ കൂട്ടുകാർ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ടല്ലേ? എന്താണത്? ബാഷ്പീകരണവും സാന്ദ്രീകരണം. എന്താണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ? എന്താണ്? ഇവിടെ കൂട്ടുകാർ നോക്കിക്കേ, ജലമാണ് നീരാവിയായിട്ട് മാറുന്നത് അല്ലേ? അതായത് ദ്രാവകാവസ്ഥയിലുള്ള ഒരു കാര്യമാണ് പിന്നീട് വാതകാവസ്ഥയിലേക്ക് മാറിയത്. ഇങ്ങനെ ദ്രാവകാവസ്ഥയിലുള്ള അതിനെ നമ്മൾ വാതകാവസ്ഥയിലേക്ക് മാറ്റുമ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. അതുപോലെ തന്നെ കൂട്ടുകാർ നോക്കിക്കേ, നീരാവിയായി മാറിയത് പിന്നീട് വീണ്ടും എന്തായിട്ട് മാറി? മേഘമായി മാറി. മേഘം വീണ്ടും തണുത്ത് എന്തായിട്ട് മാറി? മഴയായിട്ട് മാറി. അതായത് വാതകാവസ്ഥയിലുള്ളത് പിന്നീട് എന്തായിട്ട് മാറി? ദ്രാവകാവസ്ഥയിലേക്ക് മാറി. ഈ പ്രക്രിയനെയാണ് നമ്മൾ സാന്ദ്രീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കൂട്ടുകാർ ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. എന്താണ് ഇവിടെ പറയുന്നത്? ദ്രാവകങ്ങൾ ചൂടാക്കി ബാഷ്പമായി മാറുന്ന പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാതകാവസ്ഥയിലുള്ളതിനെ തണുപ്പിച്ച് നമ്മൾ ദ്രാവകമാക്കൂലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാന്ദ്രീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ജലം നീരാവിയായിട്ട് മാറുന്നത് അപ്പം എന്തായിരിക്കും? ബാഷ്പീകരണമാണല്ലേ? അതുപോലെ നീരാവി തിരിച്ച് ജലമായിട്ട് മാറുന്നതോ അതെന്താണ്? സാന്ദ്രീകരണം അല്ലെങ്കിൽ കണ്ടൻസേഷൻ. അപ്പം എങ്ങനെയാണ് മഴയുണ്ടാവുന്നത് എന്നൊരു ഐഡിയ എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയില്ലേ? അപ്പം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് ഇനി മിസ്സിന് അടുത്ത ദിവസം വരാം. ബായ്.